ഈ റൂമിലേക്ക് കയറാൻ പാടില്ലെന്ന് മോം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇനി മോം അങ്ങാനും കണ്ടിട്ട് അത് പ്രശ്നമാവണ്ടെന്ന് കരുതി. എന്നുവെച്ചാ ഈ റൂമിലേക്ക് കയറാനുള്ള അവകാശമോ അധികാരമോ ഒന്നും എനിക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണോ? അല്ല, ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല. പിന്നെങ്ങനെയാ? എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഏട്ടനാ. എന്നെ ഭാര്യയായി സ്വീകരിച്ച വ്യക്തി. ഏട്ടന്റെ ജീവിതം പങ്കുവെക്കാൻ എത്തിയവളാണ് ഞാൻ. ഇന്ന് ഈ റൂമിലേക്ക് കയറാൻ പാടില്ലെന്ന് ആരോ ഒരു ലക്ഷ്മണരേഖ വരച്ചെന്ന് കരുതി ഈ റൂമിൽ കയറാനുള്ള എന്റെ അവകാശം ഇല്ലാതാവില്ല. ആ അധികാരം മായ്ക്കാനും കഴിയില്ല. ഏതു നേരവും ഞാൻ കെട്ടി താലിയെപ്പറ്റി കണക്ക് പറയുന്നതും എന്റെ ഭാര്യ എന്ന് ഓർമ്മിപ്പിക്കുന്നതിനും പകരം നീ കോടതി കയറിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. വിവാഹമോചനം നേടാൻ ആഗ്രഹിച്ചത് നീയാ. എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചത് നീയാ. അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്റെ റൂമിൽ കയറാനുള്ള അധികാരത്തെയും അവകാശത്തെയും കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ മിഥുനേട്ടൻ എന്താ ചെയ്തേ? ഞാൻ ഉള്ളപ്പോ തന്നെ മിഥുനേട്ടന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് മുന്നേ അവളുമായിട്ട് ജീവിതം പങ്കുവെക്കാൻ തീരുമാനിച്ചതുമാണ്. അതെല്ലാം ഒളിപ്പിച്ചു വെച്ച് എന്നെ ചതിക്കായിരുന്നില്ലേ? സാരില്ല, അതൊക്കെ അവിടെ നിക്കട്ടെ എന്ന് വെക്കാം. ഞാൻ ഈ റൂമിൽ കയറരുതെന്ന് നമ്മ കണ്ടീഷൻ പറഞ്ഞ സമയത്ത് ഏട്ടന് എതിരൊന്നും പറഞ്ഞില്ലല്ലോ. അത് തെറ്റാണെന്ന് ഓർമ്മിപ്പിച്ചോ? ഇല്ലല്ലോ മിഥുനേട്ടാ. എല്ലാം എനിക്കറിയാം മിഥുനേട്ടാ. ഇവിടെയുള്ള എല്ലാവരും കൂടി മനഃപൂർവ്വം എന്റെ ജീവിതം ചതിച്ചു തൊലയ്ക്കായിരുന്നു. നിങ്ങളുടെ എല്ലാ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്നെ ഇവിടുത്തെ മരുമകളാക്കി. വീണ്ടും വീണ്ടും മിഥുനേട്ടൻ അത് തന്നെയാ തെളിയിക്കുന്നെ. ആ ശരിയാ മേഘനെ, അത് സത്യമാ. നീ എന്റെ ഭാര്യയായോ ഈ വീട്ടിലെ മരുമകളായോ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. മേഘനെ, നീ എന്തുകൊണ്ടാ ഒരിക്കലും എന്നെ മനസ്സിലാക്കാത്തത്? എപ്പോ നോക്കിയാലും ഏത് നേരത്തും എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ അവൾക്ക് നേരമുള്ളൂ. നിന്റെ തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കുന്നുമില്ല. എന്താ ചെയ്യേട്ടാ, പുതുമണവാട്ടിയെ നോക്കുന്ന പോലെ നോക്കിയിരിക്കുന്നു. നീ പറഞ്ഞത് സത്യം.
ഇടി യക്ഷി, ഈ രാവണക്കോട്ടയിലെ ആണി വേരാ നീ കഴുത്തേലിട്ട് വിലസുന്നത്. ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും നിന്റെ ഹാലടകിയതാ. അവകാശമല്ല, യോഗ്യതയില്ലാന്ന് എന്തൊക്കെയാ നീ എന്നെ പറഞ്ഞത്? നിന്റെ ഈ അഹങ്കാരത്തിനും ഭരണത്തിനും ഒരു നാൾ ഞാൻ ഉത്തരം തരുന്നുണ്ടടി വടയക്ഷി. ഇന്ന് നീ കഴുത്തിലണിഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്ന ആ നെക്ലസ് ഇനി സ്വപ്നത്തിൽ നീ കാണില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തും. ഓൾറെഡി ഒരു തവണ എന്റെ കയ്യിൽ നിന്ന് മിസ്സായതാ. ഇപ്രാവശ്യം ഞാൻ ആ ചാൻസ് കളയില്ല. എന്താ ഹർഷണി നീ അങ്ങനെ നോക്കുന്നേ? നിന്റെ ഡ്രസ്സ് വല്ലാതെ മെസ്മറൈസ് ചെയ്യുന്നു. ഒരു മിസ് വേൾഡ് ലുക്കൊക്കെ ഉണ്ട് മഞ്ജരി. താങ്ക് യു സോ മച്ച് ഹർഷണി. ഞാൻ ഈ ഡ്രസ്സിൽ മാത്രമല്ല, ഏത് ഡ്രസ് ഇട്ടാലും മിസ് വേൾഡ് തന്നെയാണെന്ന എന്റെ ഫീലിംഗ്. നീ എന്ത് പറയുന്നു? ഓഫ് കോഴ്സ് യു ആർ. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ മഞ്ജരി. താങ്ക് യു വൺസ് അഗെയിൻ. തിരിച്ചു വരുമ്പോ അരുണിമ യക്ഷിയുടെ കഴുത്തിൽ ആ നെക്ലസ് കാണരുത്. ഹായ് ആന്റി. ആന്റി വിളിച്ചത് കേട്ടില്ലേ? എന്താ മഞ്ജരി? അല്ല ആന്റി, ആളെവിടെയുണ്ടെങ്കിലും മനസ്സ് വേറെ എവിടെയാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലോ മഞ്ജരി. ആന്റി, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഇറ്റ്സ് അമേസിംഗ്. നിന്റെ സെലക്ഷൻ എപ്പോഴും എവറസ്റ്റ് കൊടുമുടിയെ പോലെ പീക്കിലായിരിക്കും എനിക്കറിയാലോ. താങ്ക് യു സോ മച്ച് ആന്റി. ആ നിതിൻ, ഞാനിപ്പോ വരുവാടാ. ദേ ഇറങ്ങാൻ പോവാ. മേഘനെ, നിന്നെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. അങ്ങനെ സഹതപിക്കാനും മാത്രം എന്തുണ്ടായി? ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ വന്നും പോയിരിക്കും, പക്ഷെ സൂര്യനും ചന്ദ്രനും മാത്രം എന്നും അവിടെ തന്നെ ഉണ്ടാവും. മേഘന എന്ന പേര് പോലെ നീയും ഈ വീട്ടിൽ വന്നു പോകുന്ന വെറും ഒരു മേഘപാളിയാ. പക്ഷെ ഞാനോ എന്നും ഇവിടെ നിലനിൽക്കുന്ന മാനത്തെ ചന്ദ്രിക പോലെയാ. ആകാശത്ത് നിന്ന് കൊഴിഞ്ഞു വീഴുന്നൊരു വാൽ നക്ഷത്രം ചന്ദ്രനോട് തന്നെ ഉപമിക്കുന്നത് കഷ്ടമാണ് മഞ്ജരി. പക്ഷേ വന്നു പോകുന്ന മേഘങ്ങൾ ആരാണെന്നോ, ശാശ്വതമായി നിലനിൽക്കുന്ന സൂര്യനും ചന്ദ്രനും ആരാണെന്നോ അത്ര പെട്ടെന്നങ്ങ് തീരുമാനിക്കല്ലേ. ഇന്ന് ഇത്രയും വലിയൊരു ഒക്കേഷൻ നടക്കുമ്പോ മിഥുന്റെ കൂടെ ഭാര്യ സ്ഥാനത്ത് നീ ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കാൻ പോകുന്നത്. ഈ നന്ദൻ കുടുംബത്തിനൊപ്പം ഇവിടുത്തെ മരുമകളുടെ സ്ഥാനത്ത് എന്നെയാണ് ഇവർ കൂടെ കൂട്ടിയത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ വന്നു പോകുന്ന മേഘങ്ങൾ ആരാണെന്നും എന്നും നിലനിൽക്കുന്ന ചന്ദ്രിക ആരാണെന്നും. ഇങ്ങോട്ട് നോക്കി. ഇനി കുറച്ചു നാളുകൾ, അത് കഴിഞ്ഞ് ഇവിടെ നിന്റെ അഡ്രസ് പോലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നീ തല കുത്തി നിന്നാലും ഈ വീടുമായി നിനക്കൊരു ബന്ധം ഉണ്ടാവില്ല. നീ ഇറങ്ങിപ്പോകുന്ന അന്നു മുതൽ ഈ കുടുംബത്തിലും മിഥുന്റെ മനസ്സിലും നിരന്തരമായ സ്ഥാനം എനിക്ക് മാത്രം. പറഞ്ഞത് മനസ്സിലായല്ലോ? മേഘനെ, എന്തായി കാണിക്കുന്നെ? മനസ്സിലായില്ലേ? എന്നെ മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നിട്ട് നീ എന്നോട് വിരല് ചൂണ്ടി സംസാരിക്കാറായോ? പ്രതികരിക്കാൻ അറിയാത്തൊരു പാവാണ് മേഘന. എല്ലാം സഹിച്ചൊരിടത്ത് കിടന്നോണെന്നാണെങ്കിൽ അത് പഴയ മേഘനയായിരുന്നു.
ഇപ്പോഴും ഞാൻ അങ്ങനെയാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നിന്റെ തെറ്റിദ്ധാരണയാ. കുറച്ചു നാളും മുമ്പ് വരെ നിന്നെ ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടിന് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ വ്യക്തിത്വം എന്താണെന്നും നീ ഈ കുടുംബത്തോട് കാണിക്കുന്ന ദ്രോഹം എന്താണെന്നും മനസ്സിലാക്കിയതിനു ശേഷവും പ്രതികരിക്കാതെ ഞാൻ എന്റെ പാട്ടിന് മിണ്ടാതിരുന്നോളെന്ന് നീ എങ്ങനെ കരുതിയടി? നിന്റെ അതിരുകൾ മനസ്സിലാക്കി പെരുമാറുന്നതാ നിനക്ക് നല്ലത് മഞ്ജരി. മറിച്ച് അതിര് കടന്ന ഒരു അക്ഷരം മിണ്ടിയാലോ, പരിധികൾ മനസ്സിലാക്കാതെ ഒരു ചുവട് മുന്നോട്ട് വെച്ചാലോ കൊന്നു കളയും ഞാൻ. ഇത് മേഘനയുടെ പുതിയ അവതാരം. എനിക്ക് വേദനിക്കുന്നു മേഘനെ. ഇനി എന്നോട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ശ്രമിച്ച പിന്നെ ഈ വിരൽ നിന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല, പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ആ മാഗസിനിൽ വരുന്ന ഫോട്ടോയിലോ ആർട്ടിക്കിളിലോ കയറിപ്പറ്റാൻ നീ വല്ലാതെ മോഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കൊരു താല്പര്യമില്ല, അത് ഞാൻ വില വെക്കുന്നുമില്ല. എടി മേഘനെ, കുറച്ചു നാളത്തെ കാര്യമില്ലെന്ന് കരുതിയാ ഞാൻ അങ്ങ് വിട്ടത്. ഞാൻ പ്രതികരിക്കാത്തോണ്ട് നീ എന്റെ മെക്കിട്ട് കയറാൻ ശ്രമിച്ച നിനക്കുള്ള പണി ഞാൻ പാലും വെള്ളത്തിൽ തരുവേ. കാത്തിരുന്നു. വിരൽ ചൂണ്ടിയതിന് നീ എന്റെ വിരൽ ഒടിക്കാൻ ശ്രമിച്ചോ? ഇതിനു പകരം നിന്നെ ഞാൻ വലിയ രീതിയിൽ ഉപദ്രവിക്കും. നീ ഓട്ടശകടത്തിൽ കയറിയല്ലേ വീട്ടിലേക്ക് പോവാൻ പോന്നേ? പയ്യെ പയ്യെ കാറ്റഴിഞ്ഞു പോയിക്കോളും. പോവുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. നട്ടുച്ചയ്ക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഉന്തിക്കൊണ്ട് വീട് വരെ പോവും. സോറി മേഘനെ, നിന്നെ കൂടെ കൂട്ടണമെന്നുണ്ട്. പക്ഷെ അത് ശരിയാണോന്ന് എനിക്കറിയില്ല. ബട്ട് മോമിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നീ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ല. മോമിനെ എതിർത്തോണ്ട് നിന്നെ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. മോമിനോട് പറഞ്ഞാലൊട്ടും മനസ്സിലാവുകയില്ല. എല്ലാവരും റെഡിയായല്ലോ അല്ലേ? ആ, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും റെഡിയായി കഴിഞ്ഞു ചേച്ചി. എന്നാ നമുക്കിനി ഇറങ്ങിയാലോ? ഓക്കെ, ഇറങ്ങാം. വരൂ. നമസ്കാരം മിസ്റ്റർ ജയദേവ്. നമസ്കാരം.
നമസ്കാരം മിസ്റ്റർ മിഥുൻ. നമസ്കാരം. വരൂ. കമ്മിൻ. എല്ലാരും ഇരുന്നോളൂ. വരൂ വരൂ, ഇരുന്നോളൂ സാർ. ഇരിക്കും മാഡം. ഞാൻ മാഡത്തിനെ ഇൻഫോം ചെയ്തിട്ട് വരാം കേട്ടോ. നമസ്കാരം അരുണിമ മാഡം. നമസ്കാരം. ഹായ് മിഥുൻ, ഹൗ ആർ യു? ഐ എം ഗുഡ്. ഹൗ ആർ യു? ഐ എം ഗുഡ്, താങ്ക് യു. നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഓരോ വർഷവും ഞങ്ങളുടെ മാഗസിനിൽ എ സക്സസ്ഫുൾ മാൻ ആൻഡ് ഹിസ് ഫാമിലി എന്നൊരു ആർട്ടിക്കിൾ എഴുതാറുണ്ട്. ഞങ്ങളുടെ മാഗസിനിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ ആ വ്യക്തി അത്രയ്ക്ക് ബെസ്റ്റ് ആയിരിക്കണം, മോസ്റ്റ് പോപ്പുലർ ആയിരിക്കുകയും വേണം. ആ ലിസ്റ്റിൽ ഫസ്റ്റുള്ള പേര് മിസ്റ്റർ മിഥുന്റെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതും ഇങ്ങനൊരു ആർട്ടിക്കിൾ എഴുതണമെന്ന് ഞങ്ങളുടെ ടീം ഡിസൈഡ് ചെയ്തതും. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങളെപ്പോലൊരു സക്സസ്ഫുൾ ബിസിനസ്മാനെ ഇന്റർവ്യൂ ചെയ്യുന്നതിലും ഫോട്ടോ എടുക്കുന്നതിലും നിങ്ങളുടെ കുടുംബത്തെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിലും ഞങ്ങൾ അത്രയേറെ അഭിമാനിക്കുന്നുണ്ട്. ആൻഡ് അരുണിമ മാഡം, വളർന്നു പന്തലിച്ച ഒരു വലിയ വൃക്ഷമാണ് നിങ്ങൾ. പക്ഷെ ഒരു കുഞ്ഞു ചെടിയിൽ നിന്ന് നിങ്ങളുടെ കമ്പനിയെ തണലേക്കുന്ന ഒരു വലിയ വൃക്ഷമാക്കി വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളാണ്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ മിഥുന്റെ ഇത്രയും വലിയ വളർച്ചയ്ക്ക് വിത്തിട്ടത് അരുണിമയാണ്. താങ്ക് യു സോ മച്ച് മിസ് ബിന്ദു. ഇത്രയും വലിയൊരു മാഗസിനിൽ ഞങ്ങളെ കുറിച്ചൊരു ആർട്ടിക്കിൾ വരിക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കും അഭിമാനമുള്ള കാര്യം. ഇറ്റ്സ് അവർ പ്ലഷർ. നമുക്കത് ഫോട്ടോ സെഷൻ ഫിനിഷ് ചെയ്യാം. അതിനുശേഷം ആർട്ടിക്കിളിന് വേണ്ടി ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാം. ഞാൻ ഇപ്പൊ വരാം. ആർ യു കംഫർട്ടബിൾ? ആബ്സല്യൂട്ട്. ഷെടാ, വണ്ടി പഞ്ചറായി പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേട്ടാ, എക്സ്ക്യൂസ് മീ. ആ പറഞ്ഞോളൂ. ഇവിടെ അടുത്ത് വല്ല പഞ്ചർ ഷോപ്പും ഉണ്ടോ? ഇവിടെ അടുത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഒരു 2 കിലോമീറ്റർ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരെണ്ണമുണ്ട്. 2 കിലോമീറ്റർ ഈ വെയിലത്ത് വണ്ടി ഉന്തിക്കൊണ്ട് പോയാ ഞാൻ നക്ഷത്രം എണ്ണല്ലോ ഈശ്വര. കുറച്ചു നേരം ഒന്നും മിണ്ടാണ്ടിരിക്കും കുട്ടികളെ. അത് ചേട്ടനങ്ങ് മിണ്ടാതിരുന്നാ പോരെ? നിങ്ങളോടൊക്കെ പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി. എനിക്ക് അപ്പുറത്തെ ഇടവഴിയിൽ ചെറിയൊരു പണിയുണ്ട്. നിങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയേക്കരുത്. ശരി അങ്കിൾ, ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. വേണ്ട വേണ്ട, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല. ഇറങ്ങിപ്പോയി ആരും ഉത്തരം പറയും. ഞാൻ കാർ ലോക്ക് ചെയ്തിട്ട് പൊക്കോളാം. അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. ഇവിടെ അനങ്ങാതിരുന്നോണം.